നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന ഒരു വശീകരണ മന്ത്രമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വശീകരിക്കുന്ന ഒരു മന്ത്രമാണ്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ തിയറി പോലെ, ആകർഷണ നിയമം പോലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളിലേക്ക് നമ്മൾ ആകർഷിക്കുന്ന ഒരു രീതി. ഈ ഒരു മന്ത്രം ജപിക്കുന്ന വ്യക്തിക്ക് സ്ത്രീ പുരുഷ വശ്യം, അതുപോലെ തന്നെ സർവജനവശ്യവും അതേ പ്രകാരം ദേവതാ വശ്യവും സാധ്യമാകുന്നതാണ്. നമ്മൾ മറ്റ് ദേവതകളുടെ മന്ത്രങ്ങൾ ഉപാസിക്കുന്ന വേളയിൽ ആ ദേവതയും കൂടി നമ്മളിലേക്ക് ആകർഷിക്കാൻ ഈ ഒരു വശ്യമന്ത്രത്തിന് ശക്തിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിശേഷപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഈ ഒരു വശ്യമന്ത്രം എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധാപൂർവം വീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ വശ്യമന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ചിലപ്പോൾ അതിയായ ഇഷ്ടം ഉണ്ടാകാം, അവരില്ലാത്തതിൻ്റേതായിട്ടുള്ള മാനസിക വിഷമങ്ങളുണ്ടാകാം, സംഘർഷങ്ങളുണ്ടാകാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാനസികമായിട്ട്, അതുപോലെ ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ രാഹുവിൻ്റെയും സാന്നിധ്യത്താൽ മനസ്സിന് സ്വസ്ഥത ഇല്ലാത്ത ആളുകളും, അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത ആളുകളും, അതുപോലെ തന്നെ ടെൻഷൻ, ഉറക്കക്കുറവ്, ഏതൊരു കാര്യത്തിലും സംതൃപ്തിയില്ലായ്മ, ഇതൊക്കെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുടെ ലക്ഷണമാണ്. കാരണം ഇതൊരു വശ്യമന്ത്രമാണ്. അപ്പോൾ ഈ ഒരു വശ്യമന്ത്രത്തിനെ സമീപിക്കുന്ന ആളുകൾ ഇത്യാദി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വളരെയധികം ഏകാഗ്രതയോടുകൂടി, അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള സാഹചര്യത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ബോധം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വശ്യം സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് മന്ത്രങ്ങൾ വശീകരണ കാര്യത്തിനായിട്ട് ജപിക്കാതിരിക്കുക. ഒരു മന്ത്രത്തിൽ വിശ്വാസം അർപ്പിച്ച് അതിൽ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ മാക്സിമം കൃത്യമായിട്ട് അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഫലം ലഭിക്കുകയുള്ളൂ. നമുക്ക് മന്ത്രത്തിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ഇഷ്ടമാണെങ്കിൽ തുടർന്നും നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ അതൊരു പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, അല്ലെങ്കിൽ ബന്ധങ്ങളായിക്കോട്ടെ, പ്രണയം, അങ്ങനെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ജാതകപ്രകാരവും അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരവും, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈരേഖ പ്രകാരവും നോക്കി വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് നമ്മൾ ഒരു ദിവസമായിട്ടാണ് ജപിക്കേണ്ടത്. അതുമല്ലെങ്കിൽ നമ്മൾ നിത്യമായിട്ട് 11 തവണ വീതമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. പ്രഭാത സമയത്താണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് ഉത്തമമായിട്ടുള്ള സമയം. നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലും ഈ ഒരു മന്ത്രം ജപിക്കാൻ സാധിക്കും. വ്രതത്തോട് കൂടിയിട്ടാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. കാരണം ഒരു ദിവസമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ടുള്ള വ്രതം തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു മന്ത്രം ഞാൻ പറയാം. ഓം നമോ മഹാവശ്യ ഭഗവതി ആദി അനാദി ദേവി ത്രൈലോക്യ സുന്ദരി ആനന്ദേശ്വരി സർവാകർഷണ വശ്യസിദ്ധി സ്വരൂപിണി ക്ലീം ഹ്രീം ആം സ്വാഹ. അപ്പോൾ വളരെ ശക്തിയുള്ളതും വിശേഷപ്പെട്ടതുമായിട്ടുള്ള മന്ത്രമാണ്. അനവധി ഗുണങ്ങൾ, ദേവതാവശ്യം ഉൾപ്പെടെ സർവജനവശ്യം ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളെയും ആകർഷിക്കുവാനുള്ള ശക്തി നൽകുന്ന ഒരു ദേവീ മന്ത്രമാണിത്. അപ്പോൾ ഈ ഒരു മന്ത്രത്തെ കൃത്യമായി പഠിച്ച ശേഷം രാവിലെയോ വൈകുന്നേരമോ 108 തവണ വ്രതശുദ്ധിയോടുകൂടി ഒരു ദിനം കൊണ്ട് നിങ്ങൾക്ക് ജപിച്ച്, ഒരു പ്രത്യേക വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആളുടെ പേരും നക്ഷത്രവും കൂടി പറഞ്ഞ് സമർപ്പിച്ച് ഈ ഒരു മന്ത്രജപം അവസാനിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്കതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിത്യമായിട്ട് ചെയ്യാനാണെങ്കിൽ 11 ദിവസം 11 വീതം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിച്ചാലും ഇതേ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ രാവിലെ മാത്രം ചെയ്യുക. വ്രതമില്ലാതെ ചെയ്യുമ്പോൾ രാവിലെ മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ചെയ്യുക.
ഒറ്റ ദിവസം കൊണ്ടാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും വ്രതം എടുക്കാൻ കഴിയുന്നവർ മാത്രം ഈ ഒരു മന്ത്രം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അല്പം ഭസ്മത്തിലോ അല്ലെങ്കിൽ ചന്ദനത്തിലോ ഈ ഒരു മന്ത്രം നിങ്ങളുടെ മോതിര വിരൽ സ്പർശിച്ചുകൊണ്ട് 108 തവണ ജപിച്ച് സിദ്ധിയാക്കിയ ശേഷം ആ ഒരു കുറി നിങ്ങൾ ചാർത്തുകയാണെങ്കിൽ അതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ കാണുകയാണെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും വശീകരിക്കാൻ സാധിക്കുന്ന ഒരു കർമ്മം കൂടി ഈ ഒരു മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഏവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നന്ദി.